ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കനാൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ജനുവരി 30-ന് നമ്മുടെ കനാല് തുറന്നിട്ടുണ്ടേ. അപ്പം നമ്മുടെ മൊകേരി ഭാഗത്ത് വെള്ളം എത്തിയത് 31-ാം തീയതി രാവിലെയാണ്. ചെറിയ കനാലിൽ വെള്ളം എത്തുമ്പോൾ ഏട്ടനും അച്ഛനും അവിടെ ഉണ്ടായിരുന്നേ. അപ്പം എനിക്ക് അങ്ങനെ കിട്ടിയൊരു വീഡിയോ ആണ് ഇത്. ഇപ്രാവശ്യം കനാല് തുറന്നത് കുറേ നേരത്തെയാണ്. പൊതുവെ ഫെബ്രുവരി പകുതിയോട് കൂടിയാണ് കനാല് തുറക്കാറുള്ളത്. ഇപ്രാവശ്യം നേരത്തെ തുറക്കാനുള്ള കാരണം വില്യാപ്പള്ളി ഓർക്കാട്ടേരി ഭാഗത്ത് വരൾച്ച എത്തിയതുകൊണ്ട് കളക്ടറുടെ പ്രത്യേക ഓർഡർ ആയിരുന്നു നേരത്തെ തുറക്കാൻ. അങ്ങനെയാണ് പെട്ടെന്ന് കനാല് തുറന്നത്. അത് ഞങ്ങൾക്ക് ഒരു സന്തോഷവും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ പാടിയിലെത്തി. അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് കണ്ടു. ഇവിടെ നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കനാല് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ വന്ന് നീന്തലൊക്കെ പഠിക്കും. അപ്പം ഞാനും നീന്തൽ പഠിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇപ്പുറത്ത് ഭാഗത്തൊരു തെങ്ങിൻ തൈ കണ്ടപ്പോൾ ഞാനും സാനിയും കൂടി ഒന്ന് പൊക്കി നോക്കിയാണ്. പിന്നെ ഞങ്ങളത് അതിലേക്ക് തന്നെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് മൊത്തത്തിൽ ചുറ്റി കണ്ടു. അപ്പം രാജേട്ടനും അനീഷപ്പനും കൂടി പനയോല കൊത്തിപ്പോവുകയാണ്. അപ്പം നമ്മുടെ സതീഷേട്ടൻ്റെ പയറ്റായിരുന്നു ഇന്ന്. അതിന് വെക്കാനാണ്. ഈ കാണുന്ന വെള്ളമൊന്നുമല്ല ഇതിൽ നിൽക്കുക. ഇതിൽ പലക വെച്ച് വെള്ളം നിർത്തിയാൽ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാകുമേ. ഗിരിഭാഗത്തുള്ള ആരെങ്കിലും നീന്തം പഠിക്കാനുണ്ടെങ്കിൽ ഇതിൽ വന്ന് നീന്തം പഠിച്ചോട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് കളിച്ചു. സാനി അതിലുള്ള മീനിനൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണേ. അതൊരു വലിയ മീനായിരുന്നേ. ചെറിയ കനാലിൽ വെച്ച് ഞങ്ങൾ ഏട്ടനെ കണ്ടേ. ഏട്ടനൊപ്പം ഏട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നേ. ഈ കുണ്ടിലെ വെള്ളം നേരെ പോകുന്നത് ഒരു തോടിലേക്കാണ്. അത് പോകുന്ന വഴിയാണേ ഇത്. അപ്പം മെയിൻ കനാല് കാണാൻ വിചാരിച്ച് പോവുകയാണേ. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും സൈക്കിളിൽ മുന്നിൽ പോയേ. ഞങ്ങൾ അവരുടെ പിന്നാലെ പോവുകയാണ്. ഞങ്ങൾ മെയിൻ കനാലിൻ്റെ പാലത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഏട്ടൻ്റെ സൈക്കിൾ ഏട്ടൻ്റെ ഫ്രണ്ട് പാലത്തുമലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം കനാലിൽ നിറയെ വെള്ളം കിടക്കാണ്. തുറന്ന സമയത്ത് ഒരുപാട് ചപ്പും ചവറും വേസ്റ്റൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഒന്നും ആരും ഈ വെള്ളത്തിൽ കിഞ്ഞ് കുളിക്കൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ശുദ്ധമായാലും എല്ലാവരും കുളിയൊക്കെ തുടങ്ങും. അപ്പം വെള്ളം കണ്ടപ്പോൾ ഏട്ടൻ്റെ അടുത്തൊരു ചൂണ്ട ഉണ്ടാകാണ്ടിരുന്നേ. അത് ഞങ്ങൾ എങ്ങനെയൊന്ന് ഇട്ട് നോക്കാമെന്ന് നോക്കുകയാണ്. ഈ കനാലിൽ ഇപ്പോൾ മുഴുവൻ ചപ്പും ചവറുമാണ്. ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് നീന്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഈ പാലത്തുമ്മ ചിലവഴിച്ചു. ഏട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചൂണ്ട ഞങ്ങൾ മാറി മാറി ഇട്ട് നോക്കി. ഏട്ടന്മാരിടുന്ന കാണുമ്പോൾ എനിക്കും ഒരാഗ്രഹം ഒന്ന് ഇട്ട് നോക്കണമെന്ന്. അപ്പം ഞാൻ തന്ത്രം പറഞ്ഞ് എങ്ങനെയല്ലോ ഏട്ടന്മാരിടുന്ന് വാങ്ങിയെടുത്തേ. അപ്പം അടുത്തതായി ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കാമെന്ന് കരുതി. എനിക്ക് ചൂണ്ടയിടുന്നതെന്ന് അറിഞ്ഞൂടെ, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഇത്രയും വലിയ വെള്ളത്തിൽ മീനൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഞങ്ങളൊരു സന്തോഷത്തിനാണ് കിട്ടിയാണ്. ഇവരുടെയൊക്കെ നോട്ടം കണ്ടാൽ വിചാരിക്കും വലിയ എന്തോ മീനിൻ്റെ അകത്ത് കൊടുങ്ങുമെന്ന്. വെറും ചൂണ്ട മാത്രം കരക്കിയായിട്ട് ഞാനതെടുത്ത് പിന്നെയും വിട്ടു. ഇതിൽ മീനൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് ഷോ കാണിച്ചതാണ്. അപ്പം ഏട്ടൻ മൊത്തം കോളാക്കുന്നുണ്ട്. ഏട്ടൻ്റെ ചൂണ്ട മൊത്തം ചൊറച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഏട്ടൻ കോളാക്കുന്നുണ്ട്. ഏട്ടൻ്റെ ചൂണ്ട മൊത്തം ചൊറച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും വെള്ളത്തിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെബു നമ്മളോടൊപ്പം ഉണ്ടേ. സമന്യ ഏട്ടൻ്റെ വീടാണ് ആ കാണുന്നത്. ഏട്ടൻ്റെ വീട് കനാലിൻ്റെ കരക്ക് തന്നെയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് സമയം വലിയ കനാലിലെ വെള്ളമൊക്കെ കണ്ട് അങ്ങനെ നിന്നു.
അപ്പം ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഞങ്ങൾ ഒന്നുകൂടി ഒരു കൈക്കനാലിലെ വെള്ളത്തിലേക്ക് പോയി. അപ്പം അവിടെ കിടക്കുന്ന ബിലുമ്പി ഒന്ന് ഞാൻ സാനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി അർഷുപ്പാപ്പൻ്റെ വീട്ടിലെ ബിലുമ്പിയൊക്കെ പറിച്ച് വന്നു. അപ്പം ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി, ഇതൊക്കെ ഒന്ന് ഉപ്പും മുളകും ഇട്ട് സെറ്റാക്കി കഴിച്ചാലോ എന്ന്. അപ്പം തന്നെ പിന്നെ ആ പരിപാടിയിലേക്ക് ഇറങ്ങി. ഞാനും സാനിയും മെബുവും കൂടി ഉപ്പും മുളകും ഇട്ട് ബിലുമ്പി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ബിലുമ്പി ഇഷ്ടമാണോ ഗൈസ്? അധികം തിന്നാ ഇത് പണി തരുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധികം കഴിച്ചില്ല. അപ്പം CH എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബിലുമ്പി വേണമെന്ന്. CHക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ തന്നെ അങ്ങ് കഴിക്കാൻ തുടങ്ങി. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണുക. അപ്പം പിന്നെ പറഞ്ഞത് സെറ്റല്ലേ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.